ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പൂഞ്ച് സെക്ടറിൽ ഏറ്റുമുട്ടലാണ്. ഉറി സെക്ടറിൽ ഏറ്റുമുട്ടലുണ്ട് എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിർത്തി അശാന്തമാവുകയാണ്. ഉറി സെക്ടറിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് നേരത്തെ പൂഞ്ച് സെക്ടറിൽ ചെറിയ ഷെല്ലാക്രമണമുണ്ടായി. ഇന്ത്യൻ സേനയെ പ്രകോപിപ്പിച്ചിരുന്നു. ശക്തമായി തിരിച്ചടി കൊടുക്കുന്നു ഇന്ത്യൻ സേന. ഇപ്പോൾ ഉറി സെക്ടറിലും ചെറിയ ഒരു ഷെല്ലാക്രമണവും ചെറിയ വെടിവെപ്പും ഉണ്ടാവുന്നു എന്നൊരു വാർത്ത കൂടി എത്തുന്നുണ്ട്. ഒരേ സമയം സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക, പാകിസ്ഥാൻ ഇത് എന്തു ഭാവിച്ചാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പാക് സൈന്യത്തിൻ്റെ ഒപ്പം തന്നെ ISIയുടെ ലഷ്കർ തൊയ്ബയുടെ ഒക്കെ സംയുക്ത പദ്ധതിയാണോ ഇത് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തരത്തിലൊരു ആലോചന ഇപ്പോൾ ഇന്ത്യൻ സേനയ്ക്കും ഒപ്പം തന്നെ മിലിറ്ററി ഇൻ്റലിജൻസിനും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ തൊയ്ബയുടെ ഉപസംഘടനയുടെ ഇപ്പോൾ പരിശീലിപ്പിച്ചത് സെയ്ഫുള്ള ഖാലിദ് എന്ന സെയ്ഫുള്ള കസൂരിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പലതരം ആക്രമണങ്ങൾ നടത്തിയ ആളാണ് ഈ സെയ്ഫുള്ള ഖാലിദ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹാഫിസ് സെയ്ദിൻ്റെ ആത്മമിത്രം കൂടിയാണ് ഇയാൾ. ഉറി സെക്ടറിലും ഏറ്റുമുട്ടലെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. വിനീതയിലേക്കും പിയ സുനിലേക്കും ഒരിക്കൽ കൂടി പോകണം. വിനീത, ഇപ്പോൾ പൂഞ്ച് സെക്ടർ മാത്രമല്ല ഉറി സെക്ടറിലും ഏറ്റുമുട്ടലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാക് തുടർച്ചയായിട്ട് പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട് പാകിസ്ഥാൻ. എന്താണ് പുൽവാമയിൽ സംഭവിച്ചത്? സമാനമായ രീതിയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതല്ലെങ്കിൽ ഈ മേഖലയിലെ ഭീകര ആക്രമണ പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേന ഒരു പക്ഷേ ആക്രമിച്ചേക്കാമെന്ന് ഭയന്ന് പാകിസ്ഥാന്റെ ഒരു പ്രതിരോധ നീക്കമാണോ ഇത്? അങ്ങനെ വേണം നമുക്ക് വിലയിരുത്താൻ. ഒന്നുകിൽ അങ്ങനെ ആയിരിക്കാം. കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോഴും ജമ്മു കാശ്മീരിൽ തുടരുകയാണ്. ഈ നടപടികളൊക്കെ ഏകോപിപ്പിക്കുന്നതിനൊപ്പം തന്നെ തുടർന്നുള്ള സൈന്യത്തിന്റെ നീക്കങ്ങൾ അത് നിർണായകമാണ്. ഡോക്ടർ അരുൺ, നമുക്കറിയാം പുൽവാമയിൽ ഇന്ത്യ എങ്ങനെയാണ് തിരിച്ചടിച്ചതെന്ന് കണ്ടതാണ്. അതുപോലെ ഒരു തിരിച്ചുള്ള ആക്രമണം ഇപ്പോൾ തന്നെ കൃത്യമായ ഇന്റലിജൻസിന്റെ വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇത്തരം തിരിച്ചടികളാണെങ്കിലും മറ്റു നടപടികളാണെങ്കിലും ഒക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ജമ്മു കാശ്മീരിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നുകിൽ അതായിരിക്കാം, അതല്ലെങ്കിൽ ആസൂത്രിതമായി തന്നെ ഇത്തരത്തിലൊരു ആക്രമണം പലയിടങ്ങളിലായി ആക്രമണം നടത്തുക എന്നത് ലക്ഷ്യമിട്ട് തന്നെയായിരിക്കണം ഭീകരർ ഇറങ്ങി തിരിച്ചതെന്നതാണ്. മറ്റൊന്ന്, പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഈ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ കൂടി നുഴഞ്ഞുകയറ്റത്തിലുള്ള ഒരു ശ്രമം നടത്തിയതാകാം. ഈ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത്, പഹൽഗാമിലേക്ക് ശ്രദ്ധ വരുന്ന സമയത്ത് മറ്റിടങ്ങളിലൂടെ കടന്നു കയറാം എന്നുള്ളത് തന്നെയായിരിക്കാം ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇപ്പോൾ തുടർച്ചയായ ഷെല്ലാക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നത്. സൈന്യം ഉറി സെക്ടറിൽ ഏറ്റുമുട്ടൽ നടത്തുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദേശീയ മാധ്യമങ്ങളിൽ നിന്നും ഒപ്പം സുരക്ഷാ ഏജൻസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 6 അംഗ സംഘമാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്താൻ എത്തിയത് എന്നുള്ള വിവരം ലഭിക്കുന്നു. ഇതിൽ ബൈക്കുകളിലായി 4 പേർ പെഹൽഗാമിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിനകത്തേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്നു. ഇവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. ഇപ്പോൾ മറ്റു ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് വിനീത. ഈ സെയ്ഫുള്ള കസൂരി ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ആണ് എന്ന നിഗമനത്തിലേക്ക് സാവധാനം അടുക്കുകയാണ് മിലിറ്ററി ഇന്റലിജൻസും. സെയ്ഫുള്ള കസൂരി നേരത്തെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പഞ്ചാബ് മേഖലയിൽ ഒരു മിലിറ്ററി സംഘടിപ്പിച്ച ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഏറ്റവും അടുത്ത് വിശ്വസ്തനായ ആളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സെയ്ഫുള്ള കസൂരി ഇപ്പോൾ ശ്രീ